തന്നെയാണ്, സൂപ്പർ പൊസിഷൻ തിയറം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വോൾട്ടേജ് ആണ് പക്ഷെ കണ്ടുപിടിക്കുന്നതെന്ന് മാത്രം. 10 ഓമിന് ഇത് 10 ഓമിന് അല്ലെങ്കിൽ വോൾട്ടേജ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് ടെർമിനൽ. ഈ വി ആണ് കണ്ടുപിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല, പഴയതുപോലെ തന്നെ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2.5 ആംപിയറിനെ ഒഴിവാക്കുന്നു, ഷോർട്ട് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യുന്നു. ഷോർട്ടാണോ? അല്ല, ഓപ്പൺ ചെയ്യുന്നു. കറണ്ട് സോഴ്സ് ആയതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നു. 12 വോൾട്ടിനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. വോൾട്ടേജിനെ, സോഴ്സിനെ 12 വോൾട്ടിനെ ഷോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ I1 എന്ന് പറയുന്ന കറണ്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് 4 ഓമിലൂടെ കറണ്ട് ഒന്നും തന്നെ പോകുന്നില്ല. പിന്നെ ഉള്ളത് വോൾട്ടേജ്, ഈ V1 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ടെർമിനൽ, ഈ പ്ലസ് എന്ന് പറയുന്നത് ഇവിടെയും വരും, ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെയും വരും. അപ്പോൾ 10 അക്രോസ് കണ്ടാൽ മതി. V1 എന്ന് പറഞ്ഞത് 10 അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 10 50 വരും, 3.5 ആംപിയർ. 3.5 ആംപിയറിനെ 10 കൊണ്ട് ഗുണിച്ചാൽ I1 ആയി. V1 എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് അക്രോസ് 10 ഓം തന്നെയാണ്. വോൾട്ടേജ് അക്രോസ് 10 ഓം എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 10 3 വോൾട്ടാണ്. ഇതിലാകെ അറിയേണ്ട ഒരേ ഒരു കാര്യം, ഇത് ഓപ്പൺ ആണെങ്കിൽ ഇതിലൂടെ കറണ്ട് പോകില്ല എന്നും, ഈ വോൾട്ടേജ് V1 എന്ന് പറയുന്ന വോൾട്ടേജ് ഈ 15 വോൾട്ട് മാത്രം ഉണ്ടാകുന്ന സമയത്തുള്ള വോൾട്ടേജ് ആണെന്ന് പറഞ്ഞാൽ പരിപാടി എളുപ്പമാണ്. ആർക്കൊന്നും ആലോചിച്ചാൽ അറിയാം കറണ്ട് ഇങ്ങോട്ട് കടക്കൂല എന്നുള്ളത്. ഈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇല്ല, ഈ ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്, വോൾട്ടേജ് അക്രോസ് V1 കാണണമെന്നേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ 15 വോൾട്ടിനെ എടുത്തു കളഞ്ഞ് ഷോർട്ട് ചെയ്തു. 2.5 ആംപിയർ മാത്രം അവിടെ നിലനിർത്തി. ഇവിടെ ഉണ്ടായിരുന്ന വോൾട്ടേജ് സോഴ്സിനെയും റിമൂവ് ചെയ്തിട്ടുണ്ട്. 15 വോൾട്ടിനെയും റിമൂവ് ചെയ്തിട്ടുണ്ട്. 12നെയും 15നെയും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി നിലനിൽക്കുന്നത് 2.5 ഓം മാത്രമാണ്. ആ 2.5 ആംപിയർ കറണ്ട് ഈ ജംഗ്ഷനിൽ വരുമ്പോൾ ഇങ്ങോട്ട് താഴോട്ടും ഇങ്ങോട്ടുമാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2.5 ആംപിയറിനെ 10 ആംപിയറിലൂടെയുള്ള കറണ്ട് കാണേണ്ടതുകൊണ്ട്, കറണ്ട് ത്രൂ 10 ആംപിയർ കാണേണ്ടത് കൊണ്ട് 2.5 ഗുണം 40 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 50, 100 ഡിവൈഡഡ് ബൈ 50, 2 ആംപിയർ കറണ്ട്. വോൾട്ടേജ് അക്രോസ് 10 ഓം റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു V2 എന്ന് പറഞ്ഞത് 2 ആംപിയർ ഇൻറ്റു 2 ഓം, 20 വോൾട്ട്. എ ആണ് നമ്മൾ പോസിറ്റീവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കറണ്ട് ഡയറക്ഷൻ താഴോട്ട് മാർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എ പോസിറ്റീവ് എന്ന് പറയുന്നത്. എ പോസിറ്റീവ് എന്തായാലും ഇവിടം വരെ വരുന്നുണ്ടെന്ന്. അപ്പോൾ V2 എന്ന് പറയുന്നത് പോസിറ്റീവാണ്, 20 വോൾട്ടാണ്. ഓക്കെ, അടുത്ത കേസ് സ്റ്റെപ്പ് 3 നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വോൾട്ടേജ് സോഴ്സ്, ആ 12 വോൾട്ടേജിനെ മാത്രം അവിടെ നിലനിർത്തുന്നു. അതേസമയം നമ്മുടെ ആരൊക്കെ ഇല്ലാതെയാക്കുന്നു, ആ 15 വോൾട്ടിനെ ഷോർട്ട് ചെയ്യുന്നു, 2.5 ആംപിയറിനെ ഓപ്പൺ ചെയ്തിടുന്നു. ഇവിടെ ആകെ ഉള്ളത് ഈ V3 എന്ന് പറയുന്ന ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മാത്രമാണ്. 12 വോൾട്ട് ബാറ്ററി മാത്രം ആക്ട് ചെയ്യുമ്പോൾ 12ലേക്ക് നെഗറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിരുന്നത്. നെഗറ്റീവ് ടെർമിനലാണ്, നെഗറ്റീവ് സൈൻ, ബിക്കോസ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ 12 വോൾട്ട് ബാറ്ററി ഈസ് കണക്റ്റഡ് ഓക്കെ ത്രൂ ദ റെസിസ്റ്റർ ആണ്. അതുകൊണ്ടാണ് V3 എന്ന് പറയുന്നത് എന്തായിട്ട് നെഗറ്റീവ് 12 വോൾട്ട് എന്ന് ഈ അക്രോസ് AB എന്നുള്ളത്. ഇത്രയും അറിയണമെന്ന് മാത്രം. അങ്ങനെ 3 വോൾട്ടേജ് സോഴ്സും കണ്ടാൽ പിന്നെ സൂപ്പർ ഇമ്പോസ് ചെയ്യാണ്. വോൾട്ടേജുകൾ നമുക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യാം. V1 എന്ന് പറയുന്നത് 3 വോൾട്ട്, V2 എന്ന് പറയുന്നത് 20 വോൾട്ട്, V3 എന്ന് പറയുന്നത് -12 വോൾട്ട്. ഈ 3 പ്ലസ് 20 23, 23 12 പോയാൽ 11 വോൾട്ട്. വോൾട്ടേജ് അക്രോസ് V ആണ് കാണാൻ പറഞ്ഞത്, 11 വോൾട്ടാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.